വിശുദ്ധ വിവാഹത്തിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ഈ വിവാഹത്തിന് ഒരുങ്ങി സംബന്ധിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഇളമ്പൽ ജെറുസലേം മാർത്തോമാ ഇടവിലേക്ക് ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. മണവാളൻ പ്രദാനം ചെയ്യുന്ന രാജഗിരി ഇടവാങ്ങളെയും കുടുംബാംഗങ്ങളെയും, മണവാട്ടി പ്രദാനം ചെയ്യുന്ന ആലപ്പുഴ അസംഷൻ ചർച്ച് ഇടവയിൽ നിന്നുള്ള പ്രിയപ്പെട്ടവരെയും കുടുംബാംഗങ്ങളെയും ജെറുസലേം മാർത്തോമാ ഇടവയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയുടെ മുഖ്യ കാർമ്മികൻ രാജഗിരി മാർത്തോമാ ഇടവയിലെ വികാരിയായിരിക്കുന്ന ജയ്സൺ ജേക്കബ് അച്ഛനാണ്. അച്ഛനെയും സന്തോഷത്തോടെ കുടുംബമായി സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് രണ്ട് പ്രധാന ഭാഗങ്ങളാണുള്ളത്. ഒന്ന് മോതിരം വാഴുന്ന ശുശ്രൂഷയും മറ്റൊന്ന് കിരീടം വാഴുന്ന ശുശ്രൂഷയും. മോതിരം വാഴുന്ന ശുശ്രൂഷയാണ് വിവാഹ നിശ്ചയത്തിൻ്റെ ശുശ്രൂഷ. ഇരു ഭവനാംഗങ്ങളും കൂടി ചേർന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വിവാഹം നടത്തുവാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ ഇന്ന് വിശുദ്ധ ശുശ്രൂഷയിലൂടെ മോതിരം സ്വീകരിക്കുമ്പോഴാണ് വിവാഹ നിശ്ചയം പൂർത്തീകരിക്കപ്പെടുന്നത്. രണ്ടാമത്തെ ശുശ്രൂഷയാണ് കിരീടം വാഴുന്ന ശുശ്രൂഷ. കിരീടം രാജാക്കന്മാർക്കും ചക്രവർത്തിമാർക്കും വേണ്ടിയുള്ളതാണ്. നമ്മുടെ രാജാവും ചക്രവർത്തിയും കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇനിയൊരു വലിയ കിരീടധാരണം ലോകത്ത് നടക്കുവാനായിട്ടുണ്ട്. സ്വർഗീയ മണവാളനായ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്ന് തിരുസഭയെ സ്വീകരിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള ബലഹീനമായ വിവാഹമാണ് ലോകത്ത് നടക്കുവാനായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വർഗീയ മണവാളനായ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി തിരുസഭ ഒരുക്കപ്പെട്ട് അത് നിർമ്മലതയിലും പ്രാർത്ഥനയിലും ശുശ്രൂഷകളിലും സംബന്ധിക്കുന്നതായിട്ടുള്ള ശുശ്രൂഷയുടെ പൊരുളായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് വിശുദ്ധ വിവാഹം എന്നിവിടെ നടക്കുന്നത് എന്നുള്ള പ്രത്യേകം ഓർക്കണം. ഭൗമസഭയെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു. ഭൗമസഭയെ വിലയ്ക്ക് വാങ്ങി, മോതിരത്താൽ വിലയ്ക്ക് വാങ്ങി എന്ന് നമ്മൾ വായിക്കുന്നു. ഈ കിരീടാധാരണത്തിന് ഒരു കുരിശുള്ള മാലയാണ് ഉപയോഗിക്കുന്നത്. കുരിശ് ഒരിക്കൽ നിന്ദയുടെയും ശാപത്തിൻ്റെ അടയാളമായിരുന്നു. എന്നാൽ കർത്താവ് മരണത്തെ അതിജീവിച്ച് ഉയർത്തുന്നേറ്റതുകൊണ്ട് കുരിശ് ഇന്ന് ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെ അടയാളമായും നമ്മുടെ മതചിഹ്നമായും കുദാശകളിൽ അടിസ്ഥാനപരമായ സ്ഥാനം നിർവഹിക്കുന്ന ഒരു ഉപകരണമായും കുരിശ് മാറിയിരിക്കുകയാണ്. മൂന്ന് പ്രധാന വാക്കുകൾ ഞാൻ ഈ സമയത്ത് ഉപയോഗിക്കുകയാണ്. ഒന്ന് റിലാക്സ്, റിലീസ് ആൻഡ് റിജോയ്സ്. എല്ലാവരുടെയും കുടുംബജീവിതം സമ്പന്നമായി തീരുന്നത് ഈ മൂന്ന് വാക്കുകൾ ഓർക്കുമ്പോഴാണ്. പ്രിയപ്പെട്ട മക്കൾ പരസ്പരം റിലാക്സ് ചെയ്യപ്പെടുവാനായിട്ട് ഇടവരണം. അതിലൂടെ അവരുടെ പിരിമുറുക്കം റിലീസ് ചെയ്യപ്പെടുവാനായിട്ട് ഇടവരണം. അത് രണ്ടും ജീവിതത്തിൽ വരുമ്പോൾ റിജോയ്സിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ സാധിക്കണം. ഹൗ ടു മെയിൻറ്റെയിൻ എ ക്രിസ്ത്യൻ ഫാമിലി ലൈഫ്. കമ്മ്യൂണിക്കേഷൻ, കമ്പാനിയൻഷിപ്പ്, കൺട്രോൾ, അത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ്. പരസ്പരമുള്ള ആശയവിനിമയങ്ങൾ, കമ്മ്യൂണിക്കേഷൻ, അത് ജീവിതത്തിൽ ആവശ്യമാണ്. പരസ്പരം കമ്പനിയായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ, കമ്പാനിയൻഷിപ്പ്. അതുപോലെ തന്നെ സമയം, പണം, കഴിവ് ഇവയിൽ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകരെന്ന് മനസ്സിലാക്കി അവർ പരസ്പരം നിയന്ത്രിക്കുവാൻ സാധിക്കണം. കൺട്രോൾ ജീവിതത്തിൽ ആവശ്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിലനിന്ന് ഇവരുടെ കുടുംബജീവിതം സന്തോഷപൂർവ്വമാകുവാൻ നമുക്കൊരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇപ്പോൾ കൊയർ ആദ്യ ഗാനം ആലപിക്കുന്നതാണ്. ഇന്നും
പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആകാശം ഭൂമി തന്റെ മഹത്വം കൊണ്ടിരിക്കുന്ന ലോഹാനായ തമ്പുരാൻ പരിശുദ്ധൻ 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 എന്നങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കട ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കട ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കട ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പുഷ്പിക്കാതെ എന്തുകൊണ്ടാണ് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാകുന്നു. ആമേൻ. ദൈവമായ കർത്താവേ, നിന്നോടുകൂടെ അഴിവില്ലാത്ത സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നെ ഞങ്ങളുടെ സന്തോഷങ്ങളുടെ ആരംഭവും ഞങ്ങളുടെ ആനന്ദത്തിന്റെ പരിപൂർത്തിയും ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. നിന്നെ ഞങ്ങളുടെ ദേഹികളാത്മാക്കളെ സന്തോഷിക്കുമാറാകണമേ. നിന്റെ കരുണയാ ഞങ്ങളുടെ സങ്കടങ്ങൾ മാഞ്ഞു പോവുകയും നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ നന്മകൾ വർദ്ധിക്കുകയും ഞങ്ങളുടെ വാഴ്വുകൾ സമൃദ്ധിയായി തീരുകയും ഞങ്ങളുടെ മണവാളൻ പൂർണ്ണതപ്പെടുകയും ഞങ്ങളുടെ മണവാട്ടി പരിപൂർണതപ്പെടുകയും ചെയ്യുമാറാകണമേ. നിന്നോടുകൂടെയും ആദ്യം മുതൽ നിന്നെ പ്രസാദിച്ചിട്ടുള്ള സകല പരിശുദ്ധന്മാരോടുകൂടെയും മാഞ്ഞു പോകാത്ത ഭാഗ്യങ്ങളിലും നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടങ്ങളിലും നിന്റെ വത്സരുടെ സംഘങ്ങളിലും ഞങ്ങളെ സന്തോഷിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ കരേറ്റും. ഭൂവാസികളെയും സന്തോഷിപ്പിച്ച ആനന്ദം അരുളിയ ദേവാ എന്നേക്കും സ്തോത്രം. കരുണാകരനാം മശിഹായേ തൽ സേവകരായി തിരുമുന്നിൽക്കും കൂട്ടത്തെ സന്തോഷിപ്പിക്കാം. രക്ഷകവലം കൈ നീട്ടി തിരുനാമത്തിൽ ഞങ്ങൾ പക്ഷമായി നൽകും മോതിരങ്ങൾ വാഴ്ത്തിയിടണമേ നീ. മോതിരത്താൽ സഭ മശിഹായ്ക്കായി വേളിക്കായി തീർന്നാൾ. തൻ തിരുമേനി തിരുരക്തം കൈക്കൊണ്ടിടുന്നു. പിതൃപുത്ര വിശുദ്ധാത്മാവാം ത്രിയേകൻ വന്ദ്യൻ. വാനോർ ഭൂവാസികൾ വന്നേ ചാഘോഷിക്കുന്നു. ദൈവമായ കർത്താവേ, സ്വർഗത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സമാധാനപ്പെടുത്തിയ ആ നിന്റെ സമാധാനം ഇപ്പോൾ അന്യോന്യം ചേർന്ന് നിൽക്കുന്ന ഞങ്ങളുടെ ഈ സഹോദര സഹോദരികളെ സംയോജിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവമേ, ഇവർ തങ്ങളുടെ ആയുഷ്കാലമൊക്കെ അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ തമ്മിൽ കൈക്കൊള്ളുകയും ചെയ്യേണ്ടതിന് ഇവർക്ക് പൂർണ്ണ ഐക്യമുണ്ടായിരിക്കുമാറാകണമേ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം.
ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും ദേശം പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. ജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും നിഷ്കളങ്കമായ തന്റെ രക്തത്താൽ സകല മാനികളിൽ നിന്നും പിഴകളിൽ നിന്നും അതിനെ വെടുപ്പാക്കുകയും ഭൗമസഭയെ വിവാഹം നിശ്ചയിക്കപ്പെടുകയും താനതിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടവനായി തീരുകയും മ്ലേച്ഛപിശാചുകളുടെ അടിമയിൽ നിന്ന് അതിനെ വീണ്ടെടുക്കുകയും സകല കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അതിനെ സ്വാതന്ത്ര്യപ്പെടുത്തുകയും ചെയ്ത സ്വർഗീയ മണവാളനായിരിക്കുന്ന മശിഹാ തമ്പുരാന് തൻ്റെ അടിയാരുടെ മോതിരപാട് ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. മനുഷ്യരുടെ സകലതാരകൾക്കും മേഖലായി മഹോന്നതപ്പെട്ടിരിക്കുന്നവനും നന്മകളിൽ സമൃദ്ധിയുള്ളവനും സകല തിന്മകളിൽ നിന്ന് അകന്നിരിക്കുന്നവനും ദൈവികമായ അനുഗ്രഹങ്ങളുടെ ഉറവും നന്മകളുടെ നദിയുമായിരിക്കുന്ന ദൈവമായ കർത്താവേ, നാശമില്ലാത്തതും സകല കഷ്ടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും നിത്യമായി ഒഴിഞ്ഞിരിക്കുന്നതുമായ വെടിപ്പുള്ള മുറോൻ നീയാകുന്നു. മോതിരത്താൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സന്തോഷങ്ങൾ തികമായി പൂർണ്ണതപ്പെടുവാനും വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളവരുടെ ആനന്ദം മോതിരത്താൽ പരിപൂർണമായി നിയമിച്ചവനും നീയാകുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ബലഹീനദാസനായ ഞങ്ങൾ സന്തോഷത്തോടെ വാഴ്ത്തുന്ന ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമേ. ഈ മോതിരങ്ങളെ നീ വാഴ്ത്തണമെന്നും ശാപമായതിനെ കാരുണ്യപൂർവ്വം അവയാൽ അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണമെന്നും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ച പ്രകാരം നിർദൈവികമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ മോതിരങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനാകുന്ന ഈ മണവാളനെയും ഞങ്ങളുടെ പുത്രിയാകുന്ന ഈ മണവാട്ടിയെയും ജ്ഞാനത്തിൽ തികഞ്ഞവരും പൂർണ്ണതയുള്ളവരുമാക്കണമേ. കർത്താവേ, കൃപ ചെയ്തവരുടെ വിവാഹം സകല മാലിന്യങ്ങളും മരപ്പുകളിൽ നിന്നും അകന്നിരിക്കുന്നവരുമാക്കണമേ. ദൈവമായ കർത്താവേ, ഈ ലോകത്തിലും വരുവാനിക്കുന്ന ലോകത്തിലും ഒഴിവില്ലാതെ വണ്ണം ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. ഒഴിഞ്ഞു പോകുന്ന ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവൻ വിവിധ പ്രാകേരണ ഇവരെ നീ അലങ്കരിക്കണമേ. ഈറന്മാരും മാലാഖമാരും ഇവിടെ വിടാതെ സ്തുതിക്കുന്നതുമായ നിന്റെ സ്വർഗീയ മണവറയ്ക്ക് ആനന്ദപൂർവ്വം ഇവരെ നീ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഈ കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും വെറുപ്പുകളിൽ നിന്നും പിഴകളിൽ നിന്നും സ്നേഹപൂർവ്വം നീ സ്വാതന്ത്ര്യപ്പെടുത്തണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ മതവരാതെ ഇവർ നിന്ന് നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധനെയും ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. മണവാളനും മണവാട്ടിയും തോഴ്മക്കാരിയും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അതാത് സ്ഥാനത്ത് ഇരിക്കാവുന്നതാണ്. കന്യാവ്രതവും എടുപ്പുമുള്ള ദേഹികളെ തനിക്ക് വിവാഹത്തിന് നിശ്ചയിച്ചിരിക്കുന്ന സത്യമണവാളനായുള്ളവയെ അന്യോന്യം വിവാഹം നിശ്ചയം ചെയ്യുകയും നിന്റെ ശ്രേഷ്ഠയുടെ സന്നിധിയിൽ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങൾ മുഖാന്തരം അവരുടെ മണവാളത്തിന്റെ മധ്യസ്ഥനായി നിന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ നിന്റെ അടിയാരിൽ നിന്ന് ശ്രേഷ്ഠ നടപടികളാകുന്ന മാധുര്യവും ഉള്ള പരിമളം വീശുവാൻ ഇവരെ യോഗ്യതയുള്ളവരാക്കണമേ. സത്യസ്നേഹവും നിരപ്പും സമാധാനവും ഭിന്നിച്ചു പോകാത്ത ഐക്യമത്യവും ഇവർക്ക് തമ്മിലുണ്ടായിരിക്കണമേ. ആത്മാവിലും ശരീരത്തിലും അന്യോന്യം നിർമ്മലനായി കാത്തുകൊള്ളുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അവർക്ക് ഏറ്റുമാറാകണമേ. തന്റെ കൃപയാലും ബഹുലമായ അനുഗ്രഹങ്ങളാലും ഈ മോതിരങ്ങളെ വാഴ്ത്തുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭയിൽ മക്കളുടെ സന്തോഷങ്ങൾ പൂർണ്ണമാക്കുവാനായിട്ട് പിതാവിൻ്റെയും പുത്രന്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ ഈ മോതിരങ്ങൾ വാഴ്ത്തപ്പെടുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലങ്കൈ കാരുണ്യപൂർവ്വം നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. നിന്റെ വിവാഹ നിശ്ചയത്തിന്റെ ലക്ഷ്യമായി മോതിരത്തോടുകൂടെ കൃപയും തന്റെ കരുണയുടെ വാഴ്വിൽ നിന്ന് നീ പ്രാപിക്കുമാറാകാം. നന്മകളും വാഴ്വുകളും നിറഞ്ഞിരിക്കുന്ന ഈ വലങ്കൈ തന്നെ നിന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ.
മണവാട്ടി വാഴുകൾ നിറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലങ്കൈ രഹസ്യമായി നിന്റെ അടുക്കലേക്ക് നീട്ടപ്പെടട്ടെ. വിശുദ്ധ സ്ലീഹന്മാരുടെ കയ്യിൽ നിന്ന് പോലെ ബഹുമാനമുള്ള പട്ടക്കാരന്റെ കയ്യിൽ നിന്ന് നിന്റെ വിവാഹനിശ്ചിത ലക്ഷ്യമായ ഈ മോതിരത്തെ നീ സ്വീകരിക്കുക. ആത്മാവിന്റെയും ശരീരത്തിന്റെയും സ്വസ്ഥയാലും ഹൃദയ സന്തോഷത്താലും തനിക്കും തന്നെ പിതാവിനും തന്നെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം കരയറ്റുകയും ചെയ്യണം. തന്റെ മസിഹാ മൂലം വിശുദ്ധ സഭയുടെ സന്തോഷങ്ങൾ പൂർത്തിയാക്കിയ ദൈവമായ കർത്താവ് അന്യോന്യ വിവാഹം നിശ്ചയം ചെയ്തിട്ടുള്ള ഈ നമ്മുടെ മക്കളെ സത്യം കൊണ്ടും നീതി കൊണ്ടും പൂർണ്ണമാക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളുടെ കൂടെ സ്വർഗീയ വാഴ്വുകൾ താൻ ഇവർക്ക് നൽകട്ടെ. അടക്കവും ഒതുക്കവും കൊണ്ട് ഇവരെ താൻ അലങ്കരിക്കട്ടെ. ഇസ്ഹാക്കിന്റെയും റിബേക്കായുടെയും വിവാഹം നിശ്ചയം പൊന്നാഭരണങ്ങൾ പൂർണ്ണമാക്കിയ പ്രകാരം നീതിയുടെ മോതിരങ്ങളാൽ താൻ ഇവരെ പൂർണ്ണരാക്കട്ടെ. തന്റെ രക്ഷ കൊണ്ട് മണവാളിനെ താൻ സന്തോഷിപ്പിക്കട്ടെ. പഴക്കവും നാശവും വരാത്ത ആഗ്രഹിക്കത്തക്ക അലങ്കാരങ്ങളാൽ ഈ മണവാട്ടിയെ താൻ അലങ്കരിക്കട്ടെ. ഇമ്പകരമായ ചൂഷണ പുഷ്പങ്ങളാൽ വിശേഷവാസം നൽകുന്ന പരിഭാഗതയിൽ കൂടി ഇവരുടെ മനസാക്ഷി മുഴുവനെ കിടത്തിക്കൊണ്ടുപോകുവാൻ ദൈവവർക്ക് സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന ദുഷ്ടന്മാരും അസൂയക്കാരുമായ മനുഷ്യരിൽ നിന്നും ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. വിവാഹത്തിന്റെ ദുർബലാവസ്ഥയെ വഷളാക്കുന്ന ദുഷ്ടവാക്കിൽ നിന്നും ഇവരെ താൻ വിടുവിക്കുമാറാകട്ടെ. കർത്താവ് തന്റെ അടുക്കൽ നന്മയുടെ കാലങ്ങളും അനുഗ്രഹങ്ങളുമായ ആണ്ടുകളും അവർക്ക് നൽകട്ടെ. ദൈവമായ കർത്താവിന്റെ ശ്രേഷ്ഠയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമാകുന്ന നിന്റെ അടിയാരായ ഞങ്ങളുടെ അപേക്ഷ കേട്ട് വാഴ്വുകളുടെ മക്കളുടെ സന്തോഷങ്ങളുടെ കാലങ്ങളെ ഇവർക്ക് നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പത്ത് അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തണമേ. അതിവർ നിലനിൽക്കുകയും തങ്ങളുടെ മക്കൾക്കും അതിനെ അവകാശമാക്കി കൊടുക്കുന്നവരും ആയിരിക്കാൻ അവർക്ക് കൃപ നൽകുമാറാകണമേ. ഈ കല്യാണ വിരുന്നിന് ഒരുങ്ങി വന്നിട്ടുള്ളവരുടെ മേലും നിന്റെ നന്മകളും വാഴ്വുകളും വർദ്ധിപ്പിക്കുമാറാകണമേ. ജയം നൽകുന്ന ശ്രീമായാൽ ഈ മണവാളിനെയും മണവാട്ടിയെയും കാത്തുകൊള്ളുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, ഞങ്ങളെല്ലാവരുടെ മേലും നിന്റെ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. കഷ്ടം വഞ്ചകനാമോ രക്ഷകനാമീശോയേ സ്തോത്രം. യോഗ്യത തന്നവനും ഭാഗ്യം സ്നാനത്താൽ വിശുദ്ധാത്മന്റെ ആയുധം എന്നെ ചാർത്തിയ മാംസം രക്തം മോദീരമാ ഇട്ടു തന്നാൽ വീരലിന്മേ മണവാളൻ തൻ സൂര്യനൊപ്പം മണവാട്ടി പകലോടു തുല്യം പരിമള വൃക്ഷത്തോടങ്ങനെ വിരുന്ന സകലവും തുല്യം. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സാക്ഷ്യത്തിൽ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ കർത്താവ് നിങ്ങളുടെ പ്രയത്നങ്ങളെ കൂലി 1 30 3 60 1 100 നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. എല്ലായ്പ്പോഴും നന്മകൾ നിറയും നിങ്ങൾക്ക് താൻ നൽകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്ലീബ രാപ്പകൽ നിങ്ങളോട് കൂടെ ഇരുന്ന് തിന്മപ്പെട്ടവരിൽ നിന്നും അവന്റെ സൈനികളിൽ നിന്നും എല്ലായ്പ്പോഴും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. വിവാഹ നിശ്ചയത്തിന്റെ ശുശ്രൂഷയായ മോതിരം വാഴിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാകുകയാണ്. തുടർന്ന് വിവാഹത്തിൻ്റെ അടയാളമായിട്ടുള്ള കിരീടം വാഴിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. കുരിശ്
സമാധാനത്തിൻ്റെ അടയാളമാണ്. കുരിശ് ഉള്ള മാല വാഴ്ത്തി ഈ മക്കളുടെ മേൽ കിരീടധാരണം നടത്തുകയാണ്. ദൈവത്തിൻ്റെ കൃപയിൽ എന്ന് നിലനിൽക്കുവാൻ സാധിക്കണം. ഭൂമിയിൽ ഒരു കുടുംബം കൂടെ ഇന്ന് സമാനമായിട്ട് നൽകപ്പെടുന്നു എന്നുള്ള ഓർമ്മ ഉണ്ടായിരിക്കണം. കുടുംബം ഒരു ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ലോകത്തിലെ ഒരു സ്ഥാപനത്തിനും ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള പദം ഉപയോഗിക്കുകയില്ല. കുടുംബജീവിതത്തിനാണ് ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന പദം ഉപയോഗിക്കുന്നത്. കാരണം അത് ദൈവത്തിൻ്റെ സ്വഭാവത്തിലുള്ള സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ രൂപകൽപ്പനയാണ്, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുള്ള സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ കരവിരുതാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കി തക്കതായ തുണയെ നിയമിച്ച് നൽകി. ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ രക്ഷാകരമായ ദൗത്യത്തിൽ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കണം. അതുകൊണ്ട് ഈ മക്കളുടെ കുടുംബജീവിതം അനുഗ്രഹപൂർണവും സന്തോഷപൂർവ്വമാകുവാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. തുടർന്ന് കൊയർ അടുത്ത ഗാനം ആലപിക്കുന്നതാണ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ദൈവമായ കർത്താവേ, മാഞ്ഞുപോകാത്ത കല്യാണ വിരുന്നിനും അഴിഞ്ഞു പോകാത്ത മണവറയ്ക്കും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ആ കല്യാണ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന തോഴ്മക്കാരോട് കൂടെ
നിന്റെ നിത്യസന്തോഷങ്ങൾക്ക് ഞങ്ങളെയും നീ ക്ഷണിക്കണമേ. ഞങ്ങൾ അവരോടുകൂടെയും അവരുടെ ഇടയിലും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാക്കണമേ. ഓശോ ബബഗ്ലസ്വാലവൽ ബീ. നമ്മുടെ പൂർവ മാതാപിതാക്കളെ വാഴ്ത്തി അനുഗ്രഹിച്ച ദൈവം ഈ പ്രിയ ജിജോയെയും അലീനയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പട്ടക്കാരൻ മണവാളിനെയും മണവാട്ടിയും അനുഗ്രഹിച്ചു ചൊല്ലുമ്പോൾ മണവാളിനും മണവാട്ടിയും തന്നെത്താൻ വണങ്ങി കുരിശ് വരയ്ക്കുകയും ജനങ്ങൾ ദേവ കൃപ ചെയ്യണമേ എന്ന് പാടുകയും വേണം. പൂർവവിശുദ്ധരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. ആദം ഹവ്വായവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. അബ്രാം സാറായെന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. ഇസഖറഫ്കായെന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. യാക്കോബുറാഹേലെന്നവരെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. യൗസേഫിലെ വാഴ്ത്തിയ സർവേശൻ ബഹുലമതാ തൻ കൃപയാലിവരെ വാഴ്ത്തട്ടെ ദേവാ. കൃപ ചെയ്യണമേ നീ. കർത്താവേ, അന്യോന്യം ഒന്നായി തീർന്നിരിക്കുന്ന ഈ നിന്റെ അടിയാരെ നിന്റെ ദാനങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠരാക്കണമേ. നിന്റെ നൽവരങ്ങളാൽ നീ അവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദൈവിക കൽപ്പനയുടെ ആനന്ദം കൊണ്ട് അവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവമേ, ഇവർ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടെ നിനക്ക് സ്തുതി പാടുകയും നിന്റെ തിരുസന്നിധിയിൽ ഉല്ലസിക്കുകയും ചെയ്യുമാറാകണമേ. കർത്തനരാജൻ നിൻ ബലത്തിൽ സന്തോഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തവ രക്ഷയിൽ അവനേറ്റം മോദിക്കും. നന്മയിൽ അനുഗ്രഹം മുൻപിടുന്നവനേ നീ. ഹാലേലൂയ, ഹാലേലൂയ. മാനവമുടി തൻ ശിരസിൽ ചൂട്ടുന്നു പാറിക്കുമോ. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളെ സഹായം ചെയ്യണമേ. സ്തുതിയും സ്തോത്രവും ദേശം പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല മഹിമയും നേരമൊക്കെയും കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ.
ഇരുന്നവനും ഇരിക്കുന്നവനും തലമുറ തലമുറയായി യഥാപ്രകാരം ഇരിക്കുന്നവനുമായ സ്വയംഭൂവും തൻ്റെ മാലാകമാർ തൻ്റെ സുവാസന ചുറ്റും നിന്ന് തനിക്ക് വന്ദനം അടച്ചുകൊണ്ടിരിക്കുന്ന അതിന്തമില്ലാത്ത വചനവും ധാരാളമായ തൻ്റെ കരുണ നിമിത്തം നമ്മുടെ എല്ലാവരുടെയും മേൽ കരുണ ചെയ്ത തൻ്റെ അടുക്കിലേക്ക് നമ്മുടെ വർഗത്തെ ധരിപ്പിച്ച മഹത്വാനും മഹോന്നതനും മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷങ്ങളുടെ കിരീടങ്ങളെ സൗജന്യം ചെയ്യുന്നവനുമായ തൻ്റെ ശ്രേഷ്ഠത്തിന് സ്തുതി. തൻ്റെ അടിയാരുടെ കിരീടന്മാരുടെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെടുന്ന നേരത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതി ബഹുമാനും അതിനും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ഓ ശോഭകൾ സമാലവിന്മേ സകല സ്വർഗീയ സൈന്യങ്ങളുടെയും ഭയത്തോടും പറയലോടും കൂടെ തന്നെ ബൗദ്ധികരിക്കുകയും അത്യുന്നതങ്ങളിൽ അഗ്നിവന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിലും ഭ്രമിച്ചുളകുകയും അവർണ്ണനീയമായ തന്റെ കരുണയുടെയും അപരിമയമായ തന്റെ ദയയുടെ ധാരാളതയും എളിയവരായ ഞങ്ങളുടെ സ്തുതികളെ സന്തോഷിക്കുകയും ബലഹീനം മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷയിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠ അധികാരത്തിന് കീഴിൽ വസിക്കുന്നവരും പ്രത്യേകമായി ഇവിടെ അടുത്തു വന്ന് നിന്റെ കരുണയുടെ നിഴലിൻ കീഴിലും നിന്റെ ദൈവയുടെ ചെറിയ കീഴിലും അഭയം പ്രാപിച്ചിരിക്കുന്നവരുമായ നിന്റെ അടിയാരെ നീ വാഴ്ത്തുമാറാകണമേ. ഇവർ തങ്ങളുടെ സകല പ്രവർത്തികളിലും ഉത്തമരായിരിക്കാൻ നീ ഇവരെ സുഖത്തോടെ രക്ഷിച്ച് സന്തോഷിപ്പിക്കുമാറാകണമേ. കർത്താവേ, ഇവരെ കാത്തു സ്വർഗരാജ്യത്തിലേക്ക് നടത്തുന്ന നേർവഴിയിൽ കൂടി ഓടുവാനും ആത്മീയ നൽവരങ്ങളിൽ പൂർണ്ണതപ്പെടുവാനും ദേഹദേഹികൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരം ചെയ്ത് ആദായമുണ്ടാക്കുന്നവരും ഇവർക്ക് കൃപ നൽകുമാറാകണമേ. കർത്താവേ, നിത്യജീവനെ സ്നേഹിക്കുന്നവരും പാപവർണ്ണത്തിൽ നിന്ന് അകന്നിരിക്കുന്നവരുമാകുവാൻ ഇവർക്ക് നീ സംഗതിയാക്കണമേ. നിന്റെ പരിശുദ്ധയുടെ വർഷത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ട സാധാരണ അടിമത്തിൽ നിന്നും ഓടിപ്പോകുവാനും ഇവരുടെ ഹൃദയങ്ങളെ ഒന്നാക്കണമേ. നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീതിയുടെ വേലക്കാരും നിന്നോടുള്ള ഭയഭക്തിയുടെ തീക്ഷ്ണതയിലും നിന്റെ കൽപ്പനകളുടെ അനുഷ്ഠാനത്തിലും താല്പര്യമുള്ളവരുമാകുവാൻ ഞങ്ങൾക്കും ഇവർക്കും ഇടയാക്കുമാറാകണമേ. കർത്താവേ, നിന്റെ പരിശുദ്ധന്മാരുടെ സംഘങ്ങൾക്ക് തുല്യരും അന്യോന്യം സ്നേഹിക്കുന്നവരും തിന്മപ്പെട്ടവരെ ദ്വേഷിക്കുന്നവരും നിന്റെ ദൈവത്വത്തിന് അനുസരണമുള്ളവരും ആയി ഇവരെ ആക്കുമാറാകണമേ. നിന്റെ സ്വർഗരാജ്യത്തിൽ ആനന്ദിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. നല്ലവനും മനുഷ്യനെ സ്നേഹിക്കുന്നവനും നീയാകിയാൽ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു. ഓശോ ബബുകുലുസുബാലവൽമേ സുന്ദരി ബഹുസുന്ദരി ശ്രീമോൻ രാജൻ തിരുസഭയാം നിന്നെ വർണ്ണിക്കുന്നു. തേൻകാട്ടകൾ നീ ആദരം പൊഴിക്കുന്നു. അംഗികൾ സുഗന്ധി വീസാൻ കുസുമം പോ. സുന്ദരി സഭയെ നിന്നിൽ മാലിന്യം ഇല്ലേതുമേ. മശിഹാരാജൻ തൻ കുരിശാൽ നിന്നെ കാത്തിടുന്നു. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. മാറിക്കുമോ പൗലോസ് ലീഹ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന്. കർത്താവേ, തിരിച്ചറിയുന്നതിന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. എന്റെ സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും വേണ്ടി എല്ലായ്പ്പോഴും പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിപ്പീൻ. മശിഹായുടെ സ്നേഹത്താൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. സ്ത്രീകളെ, നമ്മുടെ കർത്താവിനെന്ന പോലെ നിങ്ങളെ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ മശിഹ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാവുന്ന പ്രകാരം പുരുഷൻ സ്ത്രീയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭർത്താക്കന്മാരും ഭാര്യമാരും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെട്ടിരിക്കണം. പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. മശിഹായും തൻ്റെ സഭയെ സ്നേഹിക്കുകയും ജലസ്നാനത്താലും വചനത്താലും അതിനെ ശുദ്ധീകരിച്ച് വെടിപ്പാക്കുവാനും മഹത്വമുള്ളതായും മാലിന്യവും കറയും ഇവയ്ക്ക് സമാനമായ യാതൊന്നുമില്ലാതെ
വിശുദ്ധതയും നിഷ്കളങ്കവുമായ തനിക്ക് തൻ്റെ സഭയായി അതിനെ വേർതിരിക്കുവാനും അതിനുവേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത പോലെ തന്നെ ഇപ്രകാരം തങ്ങളുടെ ശരീരങ്ങളെ എന്ന പോലെ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പാൻ പുരുഷന്മാർക്ക് ന്യായമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിയാകുന്ന ബലികളെ കർത്താവിന് അർപ്പിപ്പീൻ. കാഴ്ചകളെടുത്ത് അവൻ്റെ വിശുദ്ധ മന്ദിരങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധിയുടെ അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പീൻ. എവൻഗേലിയൻ വായിക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. എവൻഗേലിയൻ വായിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. പല ആളുകളും വിചാരിക്കും ആ സമയത്ത് എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന്. എന്നാൽ നമ്മുടെ ശുശ്രൂഷകളിലെല്ലാം കർത്താവ് കൽപ്പിച്ചതായിട്ടുള്ള കൽപ്പന നമ്മൾ വായിച്ച് കേൾക്കുകയാണ്. വിശുദ്ധ വിവാഹത്തെക്കുറിച്ച്, ഒരു കുടുംബജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് യഹൂദിൻ്റെ അതിർത്തിയിൽ വെച്ച് യേശു കർത്താവ് കൽപ്പിച്ചതായിട്ടുള്ള കൽപ്പന നാം കേൾക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു പഴങ്കഥയല്ല, പരിശുദ്ധാത്മാവിലൂടെ നമ്മളോടിപ്പോൾ പറയുന്ന ഒരു കൽപ്പനയാണ്. അതുകൊണ്ട് രാജകൽപ്പന കേൾക്കുവാനായിട്ടാണ് നമ്മൾ പ്രജകളായിട്ടുള്ള നമ്മൾ എഴുന്നേറ്റ് നിന്ന് ആ കൽപ്പന കേൾക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അത് ആ സ്ഥാനത്ത് എഴുന്നേറ്റ് നിൽക്കും. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവോടുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത്തായി ശ്ലീഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ നമ്മുടെ വിശുദ്ധ കന്യകമറിയാമൾ ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മശിഹായുടെ നടപടിയുടെ കാലത്ത് വിശുദ്ധ വിവാഹത്തെക്കുറിച്ച് ഇപ്രകാരം പഠിപ്പിച്ചു. ഈശോ തമ്പുരാൻ ഈ വചനങ്ങളെ പറഞ്ഞു തീർന്ന ശേഷം ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട യോർദാന്റെ അക്കരെ യഹൂദയുടെ അതിർത്തിയിലേക്ക് എഴുന്നള്ളി വളരെ പുരുഷാരത്തിന്റെ പിന്നാലെ ചെന്നു. അവിടെ വെച്ച് അവരെ താൻ സൗഖ്യമാക്കി. പരീശന്മാർ അവന്റെ അടുക്കൽ വന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണവശാലും എങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ ഉപേക്ഷിപ്പാൻ ന്യായമാകുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ താൻ അവരോട് ഉത്തരമായി അരുളി ചെയ്ത്, ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും ഇതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഒരു ജഡമായി തീരുമെന്ന് അരുളി ചെയ്തെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകിയാൽ ഇവർ രണ്ടല്ല ഒരു ശരീരമത്രേ. അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന തലകളും പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ വാഴ്ത്തപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേൽ കഹന ചൂട്ടിയിടുന്നു.
Mismayo soya hinohe la hasino yo ye klilo yakano soyam barishe അനുഗ്രഹം നിറഞ്ഞോരു വലങ്കൈ ഇവർ മേലാവസിപ്പിച്ച് ദമ്പതികളെയും ശിരസിൻ മുടിയേയും വാഴ്ത്തിയിടണമേ. വരിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാളൻ ശിരസിന്മേ കാന ചൂട്ടിയിടുന്നു. നാശമില്ലാത്ത അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. ശത്രുവിന്റെ സ്ഥലശക്തിക്കും നേരെ തോറ്റുപോകാത്ത ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. വനിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേ കഹന ചൂട്ടിയിടുന്നു. ദമ്പതികളെയും മുടിയാ മണവറയിൽ സന്തോഷിപ്പിക്കാം. Clilobidedu mora Minshmayo soya hinohe Lakal soyo ye klilo Lakahano soyam barisho രക്ഷകൻ നീതി മുടിയേ നിങ്ങൾക്കായി മുടങ്ങിയിടട്ടെ. പിതൃപുത്ര വിശുദ്ധാത്മനു സ്തോത്രം പാടിടുവിൻ. വരിൽ നിന്നോരു മകുടം കർത്തനിൽ നിന്നിറങ്ങി മണവാട്ടി ശിരസിന്മേ കഹന ചൂട്ടിയിടുന്നു. കർത്താവ് നീതിയുടെ കിരീടത്താൽ നിന്നെ കിരീടം ധരിപ്പിക്കട്ടെ. നാശമില്ലാത്ത ആഗ്രഹിക്കുന്ന അലങ്കാരങ്ങളാൽ നിന്നെ അലങ്കരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശ്രമഹായിക്കും സ്തുതികരേറ്റിയും കൊണ്ട് നിന്റെ ആയുഷ്കാലമൊക്കെയും നീ സന്തോഷിക്കുമാറാകാം. മനുഷ്യരുടെ ആയുസ്സിൽ പ്രിയമുള്ള കർത്താവ് നിങ്ങളുടെ ആയുസ്സിലും പ്രിയപ്പെടുകയും നിങ്ങളുടെ കൂട്ടായ്മയെ വാഴ്ത്തുകയും ചെയ്യട്ടെ. സ്വർഗീയ മണവാളനാകുന്ന മശിഹാ സത്യത്തിൻ്റെ മണവാൺമുണ്ട് നിങ്ങളുടെ മണവാൺമയെ മുദ്രയിടട്ടെ. മശിഹാ തൻ്റെ സഭയിൽ സന്തോഷിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സന്തോഷിക്കണം. അനുഗ്രഹങ്ങളുടെ വലം കൈ നിങ്ങളുടെ മേൽ വന്ന് ആവശ്യിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാനത്തിൻ്റെ മാലാക നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽ കർത്താവയുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. പുല്ലുന്നാസയിൽ നിന്നും ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. അന്യോന്യം നിങ്ങളെ താൻ സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം യോസേഫിലും അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ചതുപോലെ നിങ്ങളിൽ അവരിൽ സന്തോഷിപ്പാനായിട്ട് കർത്താവ് നീതിയുള്ള മക്കളെ നിങ്ങൾക്ക് നൽകട്ടെ. ദൈവം ആകാശത്തിൽ മഞ്ഞും ഭൂമി പുറപ്പെടുവിക്കുന്ന സകല നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ. യാക്കോബിന്റെ പുത്രനായ യോസേഫിനെ വാഴ്ത്തി തൻ്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞ ആ വാഴ്വ് നിങ്ങളുടെ മേൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും തൻ്റെ ദുരിഷ്ടത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തിട്ടുള്ള അനുഗ്രഹം നിങ്ങളുടെ മേലും
ഇന്ന് ബഹുമാനമുള്ള പട്ടക്കാരൻ്റെ കൈകളാൽ നിങ്ങളുടെ നിലകളിൽ വയ്ക്കപ്പെട്ട ആ കിരീടങ്ങളിന്മേൽ വസിക്കട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുകയാൽ സകല ജാതികളും സന്തോഷിച്ച് സ്തുതി പാടട്ടെ. ദൈവം ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പത്ത് കൊണ്ടും സകല ഭാഗ്യങ്ങൾ കൊണ്ടും നിങ്ങളെ അഭിവൃദ്ധിപ്പെടുത്തട്ടെ. ആ പാപിയായ സ്ത്രീയുടെ പാപങ്ങൾ പരിഹരിച്ചതുപോലെ നിങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും പരിഹരിക്കപ്പെടുമാറാകട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ നിങ്ങളും സ്വർഗരാജ്യവാസിയായി തീരട്ടെ. മിസ്രയിൽ നിന്ന് പുറപ്പെടുവിച്ച മണവാട്ടിയുമായി ഉടമ്പടി ചെയ്യുവാൻ സീനായി പർവ്വതത്തിലിറങ്ങിയ അത്യുന്നതൻ നിങ്ങളെയും നമ്മുടെ സർവസംഘത്തെയും വാഴ്ത്തുമാറാകട്ടെ. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥന് നാം സ്തുതി കരയേറ്റുകയും ചെയ്യണം. ഏതൻ തോട്ടത്തിനുടയോനേ, എന്നെ വേകുവാൻ വന്നവൻ നീ. ഈളം കാറ്റത്തു കൊണ്ടുപോകാം, ഉല്ലാസം എനിക്കവിടെയുണ്ട്. കർത്താവേ, എന്നെ വേളിക്കായി നീ നിശ്ചയിച്ച മണവാട്ടിയായി ഞാൻ. വിശുദ്ധനാം സത്യമണവാളാ, കരുണ ചെയ്കന്നിൽ ശരണം നീ. കുരിശിനാൽ കൊടുത്തൻ സ്ത്രീധനവും കഷ്ടപ്പാടാൽ സ്വതന്ത്രതയും ദേവാസുതനെ വലങ്കൈ നീട്ടി വാഴ്ത്തി ണമേ നീ. മണവാളനെയും മണവാട്ടിയെയും ശിരസിൻ മുടിയേയും നീ. വാഴ്ത്തുക നാഥ ദമ്പതികളെയും അവരാവനാമത്തിൽ നീ. വാഴ്ത്തുക ഇവരിൽ ജീവിതകാലം വെളിവിൻ ലോകേ നീ. വാഴ്ത്തിയിടുക നിൻ അടിയാർ വായ്കളിൽ സ്തുതിയെ നാഥാ നീ. വാഴ്ത്തിയിടുക വീണകളാൽ നിന്നെ വന്ദനം ചെയ്തിടുവാ. എൻ്റെ വാത്സല്യമുള്ള സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവത്തിൻ്റെ ഭവനത്തിൽ നിൽക്കുന്ന ഈ സമയത്ത് വിശ്വാസികളെ ഓർമ്മിപ്പിക്കണമെന്ന് നമ്മുടെ വിശുദ്ധ മാതാപിതാക്കളിൽ നിന്ന് നാം കൈക്കൊണ്ടിട്ടുള്ളതും നമ്മുടെ ബഹുമാനപ്പെട്ട ആദിമ മാതാപിതാക്കൾ നമ്മെ പരമേൽപ്പിച്ചതുമായ ഒരു പതിവ് നമുക്കുണ്ട്. നമ്മുടെ മുമ്പാകെ നിൽക്കുന്നവരോട് അവർ സത്യത്തിലും നീതിയിലും നല്ല പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും സൽക്രിയകളിൽ ജാഗ്രതയുള്ളവരുമായിരിക്കാൻ വീണ്ടും ഉറപ്പായി നാം കൽപ്പിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ മക്കളെ നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പാകെയും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമാകുന്ന ജീവൻ്റെ മേശയുടെ മുൻപാകെയും ശ്ലീബായുടെ മുമ്പാകെയും വിശുദ്ധ എവൻഗലിയോൻ്റെ മുമ്പാകെയും ഈ യോഗത്തിൻ്റെ മുമ്പാകെയും ഹൃദയവിചാരങ്ങളെ അറിയുന്നതിൻ്റെ മുമ്പാകെയും അത്രയും നിൽക്കുന്നതെന്ന് കരുതിക്കൊള്ളുവിൻ. ഇതാ ഇന്നു മുതൽ നിങ്ങളെ തമ്മിൽ തമ്മിൽ ഞങ്ങൾ ചേർത്തിരിക്കുന്നു. ദൈവം ഞങ്ങൾക്കും നിങ്ങൾക്കുമിടയിൽ മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിൽ നിന്നും ഞങ്ങൾ കുറ്റമില്ലാത്തവരുമായിരിക്കും. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പട്ടക്കാരുടെ മേലും ശമാശന്മാരുടെ മേലും വിശ്വാസമുള്ള ജനത്തിന്മേലും മണവാളിൻ്റെ മേലും മണവാട്ടിയുടെ മേലും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ മേലും ക്ഷണിക്കുന്നവരുടെ മേലും ഒന്നാവസിച്ച് വ്യാപിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലങ്കൈ എല്ലായ്പ്പോഴും ഇവരുടെ മേൽ പാർക്കുകയും ചെയ്യട്ടെ. ആമീൻ. വീണ്ടും വിശ്വാസികളെ, നിങ്ങൾ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയുമായുള്ള ബന്ധം ഏത് വിധത്തിൽ ഇരുപ്പാൻ ന്യായമാകുന്നുവെന്ന് ഓരോരുത്തരും സൂക്ഷിച്ചു കൊള്ളണമെന്നുള്ള ഈ കൽപ്പന നിങ്ങളോട് എല്ലാവരോടുമാകുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവേൻ. എന്തുകൊണ്ടെന്നാൽ ഇവളുടെ ചാർച്ചക്കാരെ വിട്ടുപിരിഞ്ഞ്
ഇവളുടെ ഭർത്താവിനോട് ഒന്നിച്ചിരിക്കുന്നു. അതിനാൽ ഇവൻ ഇനിയും ഇവളെ പ്രസാദിപ്പിച്ച് അവളോട് ദയവായി വർത്തിക്കണം. അവൻ വസ്ത്രമില്ലാത്തവനായിരുന്നാലും അവളെ വസ്ത്രം ധരിപ്പിക്കണം. അവൻ വിശന്നിരിക്കേണ്ടി വന്നാലും അവൾക്ക് ആഹാരം കൊടുക്കണം. അവൻ ദാഹിച്ചിരിക്കേണ്ടി വന്നാലും അവൾക്ക് കുടിക്കാനായി കൊടുക്കണം. അവൻ അവളോട് ഏതു പ്രകാരം വർത്തിക്കണമോ അതുപോലെ അവളും അവനോട് വർത്തിക്കുകയും യോഗ്യമാവണ്ണം അവനെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ടത് ന്യായമാകുന്നുവല്ലോ. അവൾ സകലത്തിലും സ്നേഹത്തോടും പ്രേമത്തോടും അവനോട് വർത്തിക്കുകയും വേണം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ നിങ്ങളെല്ലാവരുടെ മേൽ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തീയ കുടുംബജീവിതം ഒരു വലിയ പദവിയും ഒരു വലിയ ചുമതലയുമാണ്. തമ്മിൽ തമ്മിൽ വഹിക്കുകയും ക്ഷമിക്കുകയും പരസ്പര ധാരണ ഉണ്ടാക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യേണ്ടത് കുടുംബജീവിതം വിജയകരമാകുന്നതിന് ആവശ്യമാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരും ആയിരിക്കണം. ദരിദ്രരെയും പരദേശികളെയും ബുദ്ധിമുട്ടിലിരിക്കുന്നവരെയും നിങ്ങൾ സഹായിക്കുന്നവരുമായിരിക്കണം. തിരുവചന ധ്യാനത്തിലും കുടുംബ പ്രാർത്ഥനയിലും നിങ്ങൾ ജാഗ്രതയുള്ളവർ ആയിരിക്കണം. ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമായ വിശുദ്ധ വേദപുസ്തകം നിങ്ങളുടെ കുടുംബജീവിതത്തിന് സമ്മാനമായിട്ട് നൽകപ്പെടുന്നു. ഈ ഇടവയുടെ ജെറുസലേം മാർത്തോമാ ഇടവ ഇളമ്പലിൻ്റെ സമ്മാനമായിട്ടാണ് ഇത് നൽകപ്പെടുന്നത്. നിങ്ങൾ ഒരുമിച്ച് ക്രമമായി പള്ളി ആരാധനയിലും ശുശ്രൂഷകളിലും സംബന്ധിക്കുകയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യണം. പണം, സമയം, കഴിവ് ഇവയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഗൃഹവിചാരകരെന്ന് മനസ്സിലാക്കി വരുമാനത്തിൻ്റെ ഒരംശം വേർതിരിച്ച് ദാനധർമ്മത്തിനും സഭയുടെ സുവിശേഷ വേലയ്ക്കുമായി ഉപയോഗിക്കണം. ദൈവം നിങ്ങൾക്ക് മക്കളെ നൽകുമ്പോൾ അവരെ ദൈവഭക്തിയിലും നീതിബോധത്തിലും സഭാസ്നേഹത്തിലും വളർത്തണം. ഇപ്രകാരമുള്ള ക്രിസ്തീയ കുടുംബജീവിതം അനുഭവിക്കുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. എല്ലാവർക്കും എഴുന്നേൽക്കാം. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവായ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയും ഞങ്ങളോടുകൂടെ ഒരുങ്ങി വന്ന സമുദ്ര നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായ ദൈവം ബലഹീനതയും കുറവുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനം മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഈ വിവാഹ ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാകുകയാണ്. ഏദൻ തോട്ടം നട്ടോനേ, നീയാണെൻ യുവമണവാളൻ. നിൻ തോട്ടത്തിൽ നിൻ പേർക്കായി വീശിച്ചിടുക കുളിർത്തിന്നൽ. സത്യമണാളാ നീതി ഞാൻ നാഥ, ഞാൻ നിൻ മണവാട്ടി. നീയാണിൻ തണലും താങ്ങും, ചെയ്യണമെന്നോട് കാരുണ്യം.
രാഗങ്ങൾ ഉണരുകയായി കിനാവിലെ നിലാവിനാൽ നാം ഒരുങ്ങിയിടവേ നിറങ്ങൾ നെയ്തു നീ സ്വരങ്ങൾ പെയ്തു നീ മേഘമാ അരികിൽ അഴകാലേ കനവായി നീ നിറയേ ഒരു മുഖമായി എന്നെന്നും ഹൃദയം നീയേ ഇരുളിൽ ഒളി പോലെ നിനവായി നീ നിറയേ അണിവിരലായി നീ എന്നെന്നും പ്രണയം നീയേ മോഹമേ നാമൊന്നു ചേരുകയാ ഒരേ മനം തുഴഞ്ഞു നാം പോയ തീരങ്ങളായി നിറങ്ങൾ നെയ്തു നീ സ്വരങ്ങൾ പെയ്തു നീ മേഘമായി Happy marriage is finding the right person. ഒരുപക്ഷേ ഇവിടെ ജിജോ അലീനെ കണ്ടുപിടിച്ചതുപോലെ. Yeah, I know you all are waiting for them. ദേവാലയത്തിലെ അനുഗ്രഹീതമായ ശുശ്രൂഷകൾക്ക് ശേഷം അവരിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. The much awaited moment of the day has finally arrived. Ladies and gentlemen, here we have our newly married couple. So എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് അവരെ സ്വീകരിക്കേണ്ടതാണ്. ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. Nobody on earth can ever love you more than your parents. ഇന്ന് ഇവിടെ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഇവരുടെ മാതാപിതാക്കളായിരിക്കും. So let me welcome ജിജോയുടെ parents ആയ Mr. Joy Abraham and Mrs. Kathy Joy. വിവാഹമെന്ന പ്രവാസിയിലൂടെ കുടുംബ ജീവിതത്തിന്റെ നന്മയിലേക്ക് പ്രവേശിച്ച പ്രിയ ജിജോയ്ക്കായി അനിലിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്ന നമ്മളല്ല എന്ന് കണ്ട് തക്ക തുണയെ തക്ക സമയത്ത് നൽകുന്നവനായ ദൈവമേ,
നിന്റെ മക്കൾക്ക് കുടുംബജീവിതത്തിന്റെ നല്ലതിലേക്ക് പ്രവേശിച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാൻ കർത്താവിനെ ഇടയാക്കി വലിയ കൃപകൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു. ഈ വലിയ സന്തോഷത്തിൽ കർത്താവെ വന്നു ചേർന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേവാലയത്തിൽ നടന്ന എല്ലാ ശുശ്രൂഷകളിലും അതിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നല്ലോ. കർത്താവെ ഇന്ന് തുറന്നു നടക്കുന്ന എല്ലാ ശുശ്രൂഷയിലും അവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. കടന്നു വന്ന എല്ലാ നിന്റെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃത്യമായി ജിജോയ്ക്കായാലും കൂടി സ്തോത്രം ചെയ്യുന്നു. വാഴ്ത്തി അനുഗ്രഹിക്കണമേ. കുടുംബജീവിതം നിന്നോട് ചേർന്ന് ജീവിതപ്പെട്ട നിന്റെ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കായി ഒരുക്കിയ ഭക്ഷണദാനങ്ങൾക്കായി സ്തോത്രം. കർത്താവെ ഭക്ഷിച്ച് ബലപ്പെട്ട് നിനക്ക് വേണ്ടി ജീവിപ്പാൻ മശിഹ മൂലം ഞങ്ങളെ സഹായിക്കുമാറാകണമേ. Oh, you underneath the slumber, into the light before the thunder. Tell me, is there any wonder about where we stand? Little honey in the summer, fell in love with hunter. Oh, I can't have this. I'm gonna get you so high, it's gonna send you reeling. Baby, gonna feel it. Baby, gonna feel it. I'm gonna go down all night, it's gonna get you kneeling. Baby, can you feel this? I'm gonna make you feel this. I'm gonna get you so couldn't let go of the solid. Look how right up and it's got it. Is it wrong for me to want this? Well, baby, all I do is want it. And if I knew that I could have you, don't you know that I'd be glad to show it. I'm gonna get you so high, it's gonna send you reeling. Baby, gonna feel it. Baby, gonna feel it. I'm gonna go down all night, it's gonna get you kneeling. Baby, can you feel it? I'm gonna make you feel it. I'm gonna get you so I'm gonna get you so high, it's gonna send you reeling. Baby, gonna feel it. Baby, gonna feel it. I'm gonna go down all night, it's gonna get you kneeling. Baby, can you feel it? I'm gonna get you so high. Sometimes I wonder, what am I to you? Would you hold me close like I hold you? I'm drowning in your raging sea. I am there for you, but who is there for me? Should I leave? Just swallow the guilt and run for the hills so I can breathe again.
could see the starry skies, afraid to lose everyone, being lonely. Find a place in your heart where you realize every love made a mark on your body, and you can see the reason why. Am I just a zombie? Am I just a zombie in this lonely world? Am I just a zombie? Am I just a zombie in this lonely world? In this lonely world. In this lonely world. I found my friends in this lonely world. Sally is a dancer. Tommy's working overtime. We are on our phones now, where love is hard to find. Afraid to lose everyone, being lonely. Find a place in your heart where you realize every love made a mark on your body, and you can see the reason why. Am I just a zombie? Am I just a zombie in this lonely world? Am I just a zombie? Am I just a zombie in this lonely world? In this lonely world. In this lonely world. I found my friends in this lonely world. Sing our songs for the fun of it, and dance with the enemy. Get our sorrows out. Life is medicine. Let's forget the bad times and go again, and sing for the fun of it. No more sorrow. I found my friends in this lonely world. I found my friends in this lonely world. Am I just a zombie? Am I just a zombie in this lonely world? Am I just a zombie? Am I just a zombie in this lonely world? In this lonely world. Oh, darling, there's not much that you can say to stop me from falling in like I am. Oh, darling, even waves can't wash away our names in the sand. Never could, never can. You are my everything. I give up everything. Show me the darkest parts of your heart. I ain't gonna run. Every dance is slow. Every kiss is whoa. They say you know when you know. Well, I know you're the one. Some people bring you a million blessings. Some people teach you a million lessons. All that I learned, it wasn't my turn. It wasn't the right time. Some people come in your life for a reason. Others, they come in your life for a season. But baby, you are a lifetime. Oh, darling, there's no word that can describe the way that I feel tonight. Oh, darling, I would walk that broken road time and time again if
your hello. You are my everything. I give up everything. Show me the darkest parts of your heart. I ain't gonna run. Every dance is slow. Every kiss is whoa. They say you know when you know. Well, I know you're the one. Some people bring you a million blessings. Some people teach you a million lessons. All that I learned, it wasn't my turn. It wasn't the right time. Some people come in your life for a reason. Others, they come in your life for a season. But baby, you are a lifetime. Baby, you are a lifetime. இந்த இரவிலே நான் படுக்கும் போது மடியில் சாயும் நீடி. அந்த நினைப்பிலே நீ மாயும் போது தூங்க முடியல ஏனடி. മഞ്ഞു മൂടും മന്ദാരം തെന്നൽ മൂളും കിന്നാരം ചാഞ്ചാടും മൗനരാഗം മെല്ലെ മെല്ലെ തൊട്ടുണർത്തും ആ സുഗന്ധം തെന്നലിൻ നിശ്വാസമാകും ആർദ്ര നിമിഷം മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ ധീരനാധീ തനനാധൃതിദോ തനനാധൃതിദോ തനധീരനാ തനധീ തനനാധീരനാധീ തനധീരനാധീ തനനാധൃതിദോ ഇഷ്ക് ഹൈ ഇഷ്ക് ഹൈ ഇഷ്ക് ഹൈ ഇഷ്ക് ഹൈ ഇഷ്ക് ഹൈ इश्क है इश्क है इश्क है इश्क है इश्क है മഴ പെയ്ത നേരം മലർപൂത്ത നേരം മധുവായി നിറഞ്ഞൊരു സ്നേഹ സംഗീതം മഴ പെയ്ത നേരം മലർപൂത്ത നേരം മധുവായി നിറഞ്ഞൊരു സ്നേഹ സംഗീതം ഈ നിലാവിൽ നിന്റെ ചന്തം നോക്കി നിന്നൊരു ചന്ദ്രനും എൻ കിനാവിൻ മഞ്ചലിൽ വെൺപ്രാവ് പോൽ കുറുകുന്നുവോ മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ മഞ്ഞു മൂടും മന്ദാരം തെന്നൽ മൂളും കിന്നാരം ചാഞ്ചാടും മൗനരാഗം ഉത്സവൻ കയ്യിൽ
കർത്താവ് ഈ ദിവസത്തിന്റെ വിശേഷതയാണ് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നന്മനമേ യഹോവയെ വാഴ്ത്തുന്ന സുഭാതന വിശ്വനാമത്തെ വാഴ്ത്തുക. നന്മനമേ യഹോവയെ വാഴ്ത്തുന്ന ഉപകാരമൊന്നും മറക്കരുത്. അവിടെ ചെയ്യുന്ന ഉപകാരം നിനക്ക് ധ്യാനം ചെയ്തുകൊണ്ടേയാകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ വീണ്ടെടുക്കും. ആ നീതിയുള്ള വലുതുവരെ നീട്ടി അവിടുന്ന് വഴി നടത്തുന്ന വാർത്തുന്ന കർത്താവ്. അല്ലെങ്കിൽ കർത്താവ് എത്രത്തോളം നീ അവിടുന്ന് വഴി നടത്തിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ജിജോയെ അലീനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വിവാഹ കൂതാശയിലിടെല്ലാം അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. അല്ലെങ്കിൽ കർത്താവ് നിന്റെ കാര്യം നിന്റെ മേശയ്ക്ക് ചുറ്റും കർത്താവ് മുന്തിരിവള്ളി പോലെയും കുഞ്ഞുങ്ങൾ ഒലിവുകൈകൾ പോലെയും ശോഭിക്കുവാൻ ഇടയാക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഭവനവും മനസ്സിനെ യഹോവയ്ക്ക് വിശുദ്ധമാക്കിക്കുവാൻ ഇടയാക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ആലപ്പുഴയിൽ നിന്ന് കടന്നു വന്ന ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. യാത്രയിലുടനീളം യഹോവയുടെ സാന്നിധ്യം കരുതലും കോട്ടയും ഉണ്ടായിരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കർത്താവ് മടങ്ങി പോകുമ്പോഴും യഹോവയുടെ കാവലിനോടൊന്നും ഉണ്ടായിരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വീണ്ടും ജിജോയ് അലീനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. അവരുടെ ജോലി മേഖലകളിലെ യഹോവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. അവരവരായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവെ അവിടുത്തെ കരുണയാലോട് കോട്ടയാലോട് ഓശോട് മാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഭവനത്തെ മുറ്റുമായി ഏൽപ്പിക്കുന്ന ആളാ നീ അവിടുന്ന് കൂടെയുള്ള ദൈവമായിരിക്കാതെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പലരും ഞങ്ങൾ പിരിഞ്ഞു പോട്ടെ എന്നാൽ ആ പിരിയാത്ത സാന്നിധ്യം അങ്ങയുടേതായിരിക്കാതെ സ്തോത്രം. മാനമോഹത്തോട് നടക്കണമേ, വരവിനായി ഒരുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. At the sunrise, I opened up my eyes, and at the first light, there you are, staring back at me with a heart so free, and I just wanna be